ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺ സീറ്റ്സ് മീ ജൂലിയ. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ചെറിയൊരു അപ്ഡേറ്റ് വീഡിയോ ആയിട്ടാണ് ഗൈസ്. യൂണിയൻ ടെസ്റ്റ് നെറ്റിന്റെ അപ്ഡേറ്റ് ആണ്. യൂണിയൻ ടെസ്റ്റ് നെറ്റിന്റെ TG അടുത്ത് തന്നെ കാണുന്നതായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്നും അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളിത് ഫുള്ളായിട്ട് കാണുക, ഫുൾ കണ്ടതിന് ശേഷം ചെയ്യുക. ഓക്കെ, അപ്പം ഒട്ടും താമസിക്കാതെ ഒരു വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ടെസ്റ്റ് നെറ്റ് സൈറ്റിലേക്ക് കയറുക. ദെൻ ഇവിടെ നിങ്ങൾ പ്രൊഫൈൽ എടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ ഹാൻഡിൽസ് ഒക്കെ നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ സോഷ്യൽ ഹാൻഡിൽസ് എന്ന് പറയുമ്പം ഗിറ്റ്ഹബ്, ട്വിറ്റർ, ഡിസ്കോഡ്, ഇത് മൂന്നും നിങ്ങൾ മസ്റ്റായിട്ടും കണക്ട് ചെയ്യേണ്ടതാണ്, കണക്ട് ചെയ്ത് വെച്ചേക്കേണ്ടതാണ്. സോ നിങ്ങൾ ഉറപ്പായിട്ടും കണക്ട് ചെയ്ത് വെച്ചേക്കുക. ദെൻ നിങ്ങൾ താഴേക്ക് വരുമ്പോഴേക്കും വ്യൂ വാലറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, അതെടുക്കുക. ദെൻ നിങ്ങളുടെ വാലറ്റ് എല്ലാം തന്നെ ഇവിടെ കണക്ട് ചെയ്യുക. അതായത് EVM വാലറ്റും കോസ്മോസ് വാലറ്റും നിങ്ങളിവിടെ കണക്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നിങ്ങളിവിടെ ആഡ് വാലറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, റൈറ്റ് സൈഡിൽ മുകളിലായിട്ട്. അത് നിങ്ങൾ എടുക്കുക. ദെൻ നിങ്ങൾ നിങ്ങളുടെ വാലറ്റ് കണക്ട് ചെയ്യുക. ഓക്കെ, പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ TGക്ക് മുന്നേ മാക്സിമം XP നിങ്ങൾ കളക്ട് ചെയ്ത് വെച്ചേക്കേണ്ടതാണ്. അതിനായിട്ട് ഡാഷ്ബോർഡിൽ അച്ചീവ്മെന്റ് സ്റ്റാറ്റസ് എന്നുള്ള ഒരു സെക്ഷൻ നിങ്ങൾക്ക് കാണാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വ്യൂ ഓൾ എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാം. വ്യൂ ഓൾ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെയുള്ള എല്ലാ അച്ചീവ്മെന്റ്സും കാണാനായിട്ട് സാധിക്കും. അതായത് സോഷ്യൽ ടാസ്ക്, ഓൺ ചെയിൻ ടാസ്ക്, കമ്മ്യൂണിറ്റി ടാസ്ക്, ഡെവലപ്പർ ടാസ്ക്, ഇങ്ങനെ 4 തരത്തിലുള്ള ടാസ്ക് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം ആദ്യം നമുക്ക് സോഷ്യൽ ടാസ്ക് നോക്കാം. സോഷ്യൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാസ്ക് ആണ്. 33 ടാസ്ക് ഉണ്ട് ഇവിടെ. 33 എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട, കാരണം സിമ്പിൾ ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അവർ പറയുന്ന കാര്യം ചെയ്ത് അങ്ങ് വിട്ടാൽ മാത്രം മതി. ഫോളോ ചെയ്യുക, റീട്വീറ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. സോ നിങ്ങൾ ജസ്റ്റ് ചെയ്ത് വിട്ടാൽ മാത്രം മതി. അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് പറഞ്ഞാൽ ഡെവലപ്പർ ടാസ്ക് ആണ്. ഇതിൽ നിങ്ങൾക്ക് 2 ടാസ്ക് ഉണ്ട്. അപ്പോൾ ഒന്നാമെന്ന് പറയുന്നത് ഗിറ്റ്ഹബിന്റെ പ്രൊഫൈൽ സ്റ്റാർ ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഗിറ്റ്ഹബിന്റെ പ്രൊഫൈൽ സ്റ്റാർ ചെയ്ത് വെക്കേണ്ടതാണ്. ഒന്നുമില്ല അതിനായിട്ട്, അതും സിമ്പിൾ ആണ്. സോ അതിനായിട്ട് ജസ്റ്റ് നിങ്ങൾ അതിൽ കയറുക. ദെൻ ഇവിടെ സ്റ്റാർ ചെയ്യാനുള്ള ഒരു ഇത് കാണാം, നിങ്ങൾക്ക് സിമ്പിൾ കാണാം. ജസ്റ്റ് സ്റ്റാർ ചെയ്ത് വെച്ചേക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നുള്ളതെന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി ടാസ്ക് ആണ്. കമ്മ്യൂണിറ്റി ടാസ്ക് എന്ന് പറയുന്നത് അവിടെ നിങ്ങൾക്ക് NFT വാങ്ങുകയും ഹോൾഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾ NFT വാങ്ങി വെക്കുക. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് XP കിട്ടുന്നതായിരിക്കും. സോ ഇത് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾ നല്ല രീതിയിലുള്ള ക്യാഷ് വേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങളത് ക്യാഷ് മുടക്കി NFT വാങ്ങിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓൺ ചെയിൻ ടാസ്ക് ആണ്. അപ്പൊ ഏറ്റവും കൂടുതൽ XP കിട്ടുന്ന ഒരു ടാസ്കും ഇതാണ്, ഓൺ ചെയിൻ ടാസ്ക്. ഇതിനകത്തു നിന്നാണ് നമുക്ക് കൂടുതലും XP നമുക്ക് നേടാനായിട്ട് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. സോ നിങ്ങളിത് മിസ് ചെയ്യാതെ ചെയ്യണം. അപ്പൊ ഓൺ ചെയിൻ ടാസ്ക് എന്ന് പറയുന്നത് ടെസ്റ്റ് നെറ്റ് ത്രൂ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻസ് ചെയ്താൽ അതിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? XP കിട്ടും. ഓക്കെ, അപ്പം ഇതും സിമ്പിൾ ആണ്. അപ്പൊ ഇതിനായിട്ട് ആവശ്യമായിട്ടുള്ള ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് ഒക്കെ നമ്മൾ ആദ്യം ക്ലെയിം ചെയ്ത് വെക്കണം. അപ്പോൾ ഓരോ ടെസ്റ്റ് നെറ്റിന്റെയും സൈറ്റ് അവിടെ നിങ്ങൾക്ക് കാണാം. ഓരോന്നിന്റെയും ഫോസറ്റും ആ ഒരു സൈറ്റിലൂടെ കയറുമ്പോൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു ഫോസറ്റ് വഴി നിങ്ങൾക്ക് ഓരോ ടെസ്റ്റ് നെറ്റ് ടോക്കൺസും ക്ലെയിം ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്ററാക്റ്റും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലെ കുറച്ച് ടാസ്ക് ഒക്കെ എൻഡ് ആയിട്ടുണ്ട്, കുറച്ചൊക്കെ ഇപ്പോൾ ചെയ്യാൻ പറ്റാത്തതും ഉണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ കുറെ ടാസ്കുകളൊക്കെ നമ്മൾ മുൻപേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം മുൻപ് പല ഫേസുകളിലായിട്ട്. ഇപ്പൊ നമ്മൾ 9th ഫേസിലാണുള്ളത്. അപ്പൊ ഈ ഒരു ഫേസിലുള്ളത് മാത്രമേ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഏതൊക്കെയാണ് ഈ ഒരു ഫേസിലുള്ളത് എന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം, അതിന്റെ ഒരു സ്ക്രീൻഷോട്ട്. അപ്പൊ ഞാൻ നോട്ടിൽ എഴുതിയതാണ്. അപ്പൊ ഇതില് നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന ഓൺ ചെയിൻ ടാസ്കുകളാണുള്ളത്. അപ്പൊ ഇത് ഓരോന്നായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതാണ്. പിന്നെ ഇതിനകത്ത് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക ഏതാണെന്നുള്ളത്. അപ്പൊ ഞാൻ അത് ജസ്റ്റ് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഓൺ ചെയിൻ ടാസ്കിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ബേബി എന്ന് പറഞ്ഞ ടാസ്ക് ആണ്. അതായത് ഓൾ അച്ചീവ്മെന്റ് ടാസ്ക് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ നമ്മൾ നേരത്തെ കണ്ടായിരുന്നല്ലോ. അത് ജസ്റ്റ് ഒന്ന് എടുക്കുമ്പോഴത്തേക്ക് ഇവിടെ നിങ്ങൾക്ക് കുറെ നെയിംസ് കാണാവുന്നതാണ്. അതിൽ ബേബി എന്നൊരു നെയിം നിങ്ങൾക്ക് കാണാം. അപ്പൊ അതെടുക്കുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ബാബിലോൺ ടെസ്റ്റ് നെറ്റ് ത്രൂ ആണ് ട്രാൻസാക്ഷൻ ചെയ്യേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾക്ക് XP കിട്ടും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് എടുത്തിട്ട് ട്രാൻസാക്ഷൻ ചെയ്യുക. ആ ഒരു ടെസ്റ്റ് നെറ്റിൽ നിന്ന് വേറെ ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിലേക്ക് നിങ്ങൾ ജസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്താൽ മാത്രം മതി.
അപ്പോൾ ഡെയിലി നിങ്ങൾ ട്രാൻസാക്ഷൻ ചെയ്യണം. അതിനനുസരിച്ച് ഓരോ അച്ചീവ്മെന്റും നിങ്ങൾക്ക് ക്ലെയിം ആവുന്നതായിരിക്കും. ഇവിടെ 3 day അച്ചീവ്മെന്റ്, 5 day അച്ചീവ്മെന്റ്, 10 day അച്ചീവ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അപ്പോൾ ഓരോ ദിവസവും നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് ആ ഒരു അച്ചീവ്മെന്റ് ഫുള്ള് ക്ലെയിം ആവും. നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള എക്സ്പിയും കിട്ടും. ഓക്കെ, അപ്പം 3 day അച്ചീവ്മെന്റ് ചെയ്യുകയാണെങ്കിൽ 3 XP, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 XP കിട്ടും. അതേപോലെ തന്നെ 5 day അച്ചീവ്മെന്റ് ചെയ്യുകയാണെങ്കിൽ 5 XP, ഇങ്ങനെ ഓരോന്നിനും അതിൻ്റെതായ രീതിയിലുള്ള XP നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് ലൈറ്റിംഗ് ദ ഫസ്റ്റ് മാച്ച്. അതിനകത്ത് നമ്മൾ സെയോൺ ടെസ്റ്റ്നെറ്റ് ത്രൂ ആണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത്. അപ്പം സെയോൺ ടെസ്റ്റ്നെറ്റിന്റെ ടോക്കൺസ് നിങ്ങൾ ജസ്റ്റ് ക്ലെയിം ചെയ്ത് വെക്കണം. ദെൻ നിങ്ങൾ എന്താണ് ഇന്ററാക്ട് ചെയ്യുക. ഇവിടെ 4ഓളം അച്ചീവ്മെന്റ് ടാസ്കുകളുണ്ട്. ഇത് ഓരോന്നും നിങ്ങൾ ചെയ്യുക. കംപ്ലീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് XP കിട്ടുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് 50 XP വരെ നിങ്ങൾക്ക് ഇവിടെ നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം നിങ്ങൾ അതും ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതേപോലെയാണ് നെക്സ്റ്റ് 2 ടാസ്കും. സെയിം ഓരോന്നിന്റെയും നെറ്റ്വർക്ക് ടോക്കൺസ് ഏതാണ്, ടെസ്റ്റ്നെറ്റ് ടോക്കൺസ് ഏതാണ്, അതിനനുസരിച്ച് നിങ്ങൾ ക്ലെയിം ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ട്രാൻസാക്ഷൻ ചെയ്തത് മാത്രം മതി. ഇനി പറഞ്ഞാൽ നമ്മൾ നോക്കുന്നത് പറഞ്ഞാൽ ഫസ്റ്റ് ഡൈവ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സെയ് നെറ്റ്വർക്ക് ആണ്. അതായത് മറ്റേതെങ്കിലും ഒരു നെറ്റ്വർക്കിൽ നിന്ന് ഇങ്ങോട്ട് സെയ് നെറ്റ്വർക്കിലേക്ക് വേണം നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അതാണ് ഇവിടുത്തെ ടാസ്ക് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് 200 ട്രാൻസ്ഫർ വരെ ചെയ്യാവുന്നതാണ്. 5 അച്ചീവ്മെന്റ് ടാസ്കുകളും ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പൊ ഈ ഒരു ടാസ്ക് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് 30 XP വരെ ലഭിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ അത് ഒന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. പിന്നെ നിങ്ങൾ ഓരോന്നും ഇതേപോലെ വായിച്ച് ചെയ്യുക. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ടാസ്കുകളൊക്കെ ചെയ്യുമ്പം ഇപ്പൊ നേരത്തെ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞ ഈ ഒരു ടാസ്ക്, നമ്മൾ ഫസ്റ്റ് ഡൈവിന്റെ കാര്യം പറഞ്ഞില്ലേ, അവിടെ നമുക്ക് 200 ട്രാൻസാക്ഷൻ വരെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇപ്പൊ കുത്തിയിരുന്ന് ഒറ്റയടിക്ക് 200 ട്രാൻസാക്ഷൻ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ 5 ഡേയുടെ അച്ചീവ്മെന്റ് ഉണ്ടെങ്കിൽ 5 ഡേയും നിങ്ങൾ ഓരോ ട്രാൻസാക്ഷൻ വീതമെങ്കിലും മിനിമം ചെയ്താൽ മാത്രമേ 5 day അച്ചീവ്മെന്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ 5 ദിവസം അത് ചെയ്യേണ്ട ടാസ്ക് ആണ്. അപ്പൊ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് തീർത്തിട്ട് അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ഡെയിലി അറ്റ്ലീസ്റ്റ് ഒരു ട്രാൻസാക്ഷൻ എങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു അച്ചീവ്മെന്റ് ടാസ്ക് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് പോയിന്റ്സ് ലഭിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ മൊത്തത്തിൽ 400 XP ആണ് ഈ ഓൺ ചെയിൻ ടാസ്കുകൾ മാത്രം കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ XP കിട്ടുന്ന ഒരു ടാസ്ക് ആണ് ഓൺ ചെയിൻ ടാസ്ക്. പിന്നെ ബാക്കിയുള്ളതിൽ നിന്നൊക്കെ സോഷ്യലിൽ നിന്നും ഒക്കെ കൂടെ എല്ലാം കൂടെ നിങ്ങൾക്ക് ഒരു 600 XP കിട്ടും. അപ്പം മൊത്തത്തിൽ ഒരു 600 XP കിട്ടുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾ ഏകദേശം ഒരു 20K റാങ്കിങ്ങിൽ സുഖമായിട്ട് നിങ്ങൾക്ക് വരാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം മാക്സിമം നിങ്ങൾ റാങ്കിങ് കൂട്ടുക. അതേപോലെ തന്നെ മാക്സിമം XP കൂട്ടുക. എത്ര നല്ല രീതിയിൽ റാങ്ക് മുന്നോട്ട് കയറി നിങ്ങൾക്ക് പോകാൻ പറ്റുമോ അത്രത്തോളം നല്ലതായിരിക്കും TG സമയത്ത്. സോ കുറച്ച് നാളും കൂടെ കാണുകയുള്ളൂ. സോ നിങ്ങൾ മാക്സിമം ഇതിനായിട്ട് വേണ്ടി തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം XP കൂട്ടുക. TG സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള റിവാർഡ് കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയുള്ള നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോ. ബൈ ഗൈസ്.